നോക്കി ഞാൻ ഇതൊക്കെ ഏറ്റവും എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഞാൻ മൂടി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും ഞാൻ തന്നെ എടുക്കുന്നു. അതിന് ഞാൻ തന്നെ വിധികർത്താവുന്നു. അത് ഒരു തരത്തിൽ അത് പോരെ എന്നൊക്കെ വിചാരിക്കുന്നതും അങ്ങനെ പറയുന്ന ആളുകളെയും ഞാൻ കേട്ടിട്ടുണ്ട്. അത് സാധ്യമല്ല. നമുക്കിത് ഇതിനകത്തുനിന്ന് ഒരു ഒരു വാക്ക് പോലും ഒരു വള്ളി പുള്ളി തെറ്റാതെ നമുക്ക് ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണം. ഒരു പെർഫെക്ഷൻ ആണെന്നല്ല പറയുന്നത്. പക്ഷെ പ്രോഗ്രസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു വർക്ക്. ഇപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഈ നമുക്ക് പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് ആണ് വേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് പെർഫെക്ഷനിലേക്ക് ആവുന്ന പറ്റില്ല. രണ്ടും ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളാണ്. സോ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ടു ഡു ദിസ് സ്റ്റെപ്പ്. എനിക്ക് ഈ വൈറ്റൽ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 4-5 പടികൾ ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഏതായാലും വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് റോയ് അത് അവതരിപ്പിച്ചു. നിങ്ങളതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് അതിൽ കൂടി പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സിംപ്ലിസിറ്റിയിൽ അദ്ദേഹം അത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു വില കൊടുക്കണം. ഒരു വലിയൊരു അവസരമാണ് ഈ ഗ്രൂപ്പിന് കിട്ടിയത്. കാരണം അദ്ദേഹം ലോകമെമ്പാടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ രീതിയിലൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തത് ഈ ഗ്രൂപ്പിലൊക്കെയാണ്. അപ്പോൾ അതിന് വളരെ ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ ആ വർക്ക്ഷോപ്പിനെ കാണണം. ഇനിയിപ്പോൾ ഞായറാഴ്ച വീണ്ടും എൻ്റെ കണ്ടിന്യൂഷനിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഓപ്പണിങ്, ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾ പലരും പുതുമക്കാരാണ്. ഈ 4-5 പടികൾ കൂടി പോയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. ആരും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാമിന് 5ാമത്തെ പടിയെ എടുത്ത് പോകേണ്ടതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യകതയുണ്ട്. കാരണം ബിഗ് ബുക്കിൽ ഒരു സ്ഥലത്ത് വളരെ വേറൊരു പടിയെക്കുറിച്ച് പറയുന്നില്ല. ഈ 5ാമത്തെ പടി ഒഴിവാക്കിയാൽ, ഇതിൽ നിന്നും മാറി കൂടി സഞ്ചരിച്ചാൽ അവർ മദ്യപിച്ചിരിക്കുമെന്ന് ബിഗ് ബുക്ക് നമുക്കൊരു വാണിംഗ് തരുന്നുണ്ട്. അപ്പൊ അത് വെറുതെ എഴുതി വെച്ചതല്ല. ഇപ്പൊ നമ്മൾ ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ഇത് 1962 അങ്ങനെ ആ കാലഘട്ടത്തിൽ 55 അങ്ങനെയൊക്കെ ആയിരിക്കണം. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻസ് എന്നുള്ള essays ആണിത്. പക്ഷെ ബിഗ് ബുക്കിൽ ഇത് മുമ്പേ എഴുതിയിട്ടുണ്ടാണ്. ബില്ലും ബോബും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെഴുതി വെച്ചിട്ടുള്ളതാണ്. ഈ പടിയെ ഒഴിവാക്കിയാൽ മദ്യപിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ വളരെ ഇതായിട്ട് എടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ കാരണം ഈ 5ാമത്തെ പടിയുടെ 12-12ന്റെ അതിന്റെ തുടക്കം തന്നെ വായിക്കും. നമ്മുടെ സ്വാഭാവിക മോഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകാൻ നമ്മോട് ആവശ്യപ്പെടുന്നതാണ് 12 പടികൾ. 12 പടികളും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ പ്രവർത്തന രീതികൾ, എൻ്റെ സ്വഭാവത്തിന്റെ രീതികൾ എല്ലാത്തിനെയും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് മാറ്റുന്നതാണ് 7 പടികൾ. ഞാൻ പല മീറ്റിങ്ങുകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ 11 പടികളും 1 മുതൽ 11 പടികളുടെയും സമം എന്നുള്ള നേരെ എഴുതാവുന്ന ഒരു ഇതാണ് ചേഞ്ച്. കാരണം ചേഞ്ച് ആണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ സെവൻത്ത് പ്രയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ചേഞ്ച്, കറേജ് ടു ചേഞ്ച്. അപ്പോൾ കാരണം അപ്പൊ ആ ഒരു തലത്തിൽ വരുമ്പോൾ അതിനകത്ത് അടുത്ത ഒരു വാക്ക് എഴുതിയിരിക്കുന്ന ഇതാണ്: 5ാം പടിയേക്കാൾ കടുത്തതായ മറ്റ് പടികളില്ല. കാരണം നമ്മുടെ അഹംഭാവത്തെ ചുരുക്കുന്ന ഈ പടിക, അഹംഭാവത്തെ ചുരുക്കേണ്ട കാര്യം വരുമ്പോൾ 5ാം പടിയേക്കാൾ കടുത്തതായ മറ്റ് പടികളില്ല. അപ്പൊ ദീർഘകാല സ്വഭാവത്തിനും മനഃശാന്തിക്കും ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള മറ്റൊരു പടിയും ഇല്ല. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കണം. ഇതിന്റെ വാക്ക് എത്ര ഡീപ്പായിട്ടുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദീർഘകാല സുബോധത്തിനും മനഃശാന്തിക്കും ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതായ മറ്റൊരു പടിയുമില്ല. അപ്പൊ ഇത് 5ാം പടി ചെയ്യണമെങ്കിൽ എന്താണ്? എൻ്റെ 4ാം പടി കറക്റ്റ് ആയിരിക്കണം. 4ാം പടി കറക്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സാധാരണ രതീഷ് പറഞ്ഞില്ല, ഉടനെ താമസിക്കാതെ തന്നെ രതീഷ് ആണോ ആൻഡ്രയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞത്. അപ്പൊ അത് നടന്നിരിക്കും. അത് നടക്കാന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 4ാം പടി ശരിയായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ചെയ്തിട്ടുള്ള, ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് പല സുഹൃത്തുക്കളെ ഞാൻ കേട്ടിട്ടുള്ളത്,
നാലാമത്തെ പടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ പടി ചെയ്യാനുള്ള ആള് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. അത് സ്പോൺസർ ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ, അതുണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു കൺസേൺ നമ്മൾ അഞ്ചാം പടി ചെയ്യുന്നതിന് മുമ്പ് കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊക്കെ ആരോട് പറയും, ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊരു നമ്മളൊരു മാനിപ്പുലേറ്റിംഗ് ആണ്. അപ്പൊ അതിനെ കാണേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കണക്കാക്കുക, ചെയ്യുക. ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഞാൻ ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യുക. അത് ഞാൻ നാലാം പടി എഴുതി കഴിയും. നാലാം പടി എഴുതി കഴിയുമ്പോൾ അഞ്ചാമത്തെ പടിയിലേക്കുള്ള ഇത് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് പലരും വേലാതിപ്പെടും. ഞാൻ ഇതൊക്കെ ആരോട് പറയും, ഒരാളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരുമോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ വെച്ച് മുതൽ നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള, ആധ്യാത്മികമായിട്ടുള്ള, കാരണം there is a solution എന്നുള്ള ആ ബുക്കിനകത്ത് അതിനകത്ത് മുഴുവൻ പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് only a spiritual experience. ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരുന്നതാണ് ഈ 4ഉം 5ഉം പടികൾ. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള കുറെ വാക്കുകൾ, എനിക്ക് എന്നെ സ്പർശിച്ചിട്ടുള്ള ചില വാക്കുകൾ നിങ്ങൾ മുമ്പിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ അനുഭവങ്ങൾ കൂടിയാണ്. അപ്പൊ ഒരാളിന്റെ കുറവുകൾ മറ്റൊരാൾ വെളിപ്പെടുത്തുന്നത് തീർച്ചയായും വളരെ പുരാതനമായ ഒരു അനുഷ്ഠാനമാണ്. അത് പല മതങ്ങളിലും ഉള്ളൊരു കാര്യമാണ്. ഈ കൺഫെഷൻ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ബുദ്ധിസത്തിലുണ്ട്, ഹിന്ദുയിസത്തിൽ എനിക്കറിയത്തില്ല, നോട്ട് ഷുവർ. മറ്റ് പല മതങ്ങളിലും ഇത് ഉണ്ടാകും. വളരെ പുരാതനമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എ അല്ല ഇത് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള തന്റെ കുറവുകളും തെറ്റുകളും മറ്റൊരാളുടെ ഏറ്റുവരിക പറയാനുള്ളത്. അത് തന്നെ വളരെ നമുക്കൊരു ഇത് തരുന്ന ഒരു എന്താണ് ഒരു ഈസി ഫീലിംഗ് തോന്നുന്നത്. യെസ്, ഇതൊക്കെ മറ്റു പലരും മുമ്പ് പഴയ കാലം മുതലേ ചെയ്ത് വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, ഞങ്ങളൊക്കെ കുമ്പസാരിക്കുന്ന, ഞാനും ക്രിസ്ത്യാനിയാണ്. പക്ഷെ കുമ്പസാരം വളരെ ഒന്നും പറയാറില്ല. ചുമ്മാ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തു, ഇത് കളവ് ചെയ്തു, അത് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് വരും. അച്ഛൻ കയ്യിൽ തലയിൽ കൈവിട്ട് പ്രാർത്ഥന ചെല്ലും. അപ്പൊ ഞാൻ ഇനി ഇത് നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റുകളാണ്. ഞാൻ ആ ടെക്സ്റ്റിനകത്തുള്ള ഇനി കൂടുതൽ സമയം വായിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അനുഭവം, ഞാൻ എൻ്റെ അഞ്ചാമത്തെ പടിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിച്ചു. അതായിരിക്കും നല്ലത്. കാരണം ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ലിറ്ററേച്ചർ നിങ്ങളുണ്ട്. ലിറ്ററേച്ചർ കൂടുതൽ വായിച്ച് അത് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ തന്നെ ഈ മൂന്നാമത്തെ 1, 2, 3 പടിയൊക്കെ കഴിഞ്ഞ് ഒരു വർഷം ഏല് കംപ്ലീറ്റ് ചെയ്ത് ടോക്കണൊക്കെ മേടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ എനിക്ക് 4ാമത്തെ പടി ചെയ്യണം. എൻ്റെ സ്പോൺസറോട് പറഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അതിനായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. ഞാനത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇപ്പം ഇത് വേണ്ട, ഇതിനകത്ത് പല കാര്യങ്ങളും വെളിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ, വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഈ എൻ്റെ പ്രോഗ്രാം നമ്മളിപ്പോൾ തുടക്കത്തിൽ 5ാമത്തെ പടിയുടെ ആദ്യത്തെ പറയുക പറഞ്ഞാൽ 7, 12 പടികളും നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ജന്മവാസനകളുടെ അല്ലെങ്കിൽ സ്വഭാവ പ്രകൃതിയുടെ നേരെ വിരുദ്ധമായിട്ട് നമുക്ക് ജീവിക്കണം. അപ്പൊ അതിന് ഞാൻ അന്ന് തയ്യാറായില്ല. ഞാൻ വിചാരിച്ചു മദ്യപിക്കുന്നില്ല, മദ്യപിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ല, ഒബ്സഷനും ഇല്ല. പക്ഷെ എന്നിലുള്ള പല കാര്യങ്ങളെയും, പല സുഖം തേടിയിട്ടുള്ള എൻ്റെ പല അനുഭവങ്ങളെ അതിനെയൊക്കെ ഞാൻ പരിപോഷിച്ചുകൊണ്ട് വന്നു. വളരെ അപ്പൊ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം വേസ്റ്റാക്കി കളഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് കുടിച്ചില്ല. കാരണം ഞാൻ ഏല് സർവീസിൽ നന്നായിട്ട് ആക്റ്റീവായിരുന്നു. ഏല് വന്ന കാലം മുതൽ. അതുപോലെ തന്നെ സ്പോൺസർ നല്ലൊരു സ്പോൺസറായിരുന്നു. എനിക്ക് നാട്ടിലും ഒരു സ്പോൺസർ എടുത്തിരുന്നു. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ജീവിച്ചെങ്കിലും, പക്ഷെ എൻ്റെ സ്പോൺസേഴ്സിന് 2 പേർക്ക് അത് മനസ്സിലാവുകയും എന്നോട് പടികളെ കുറിച്ച് കർശനമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത് ചെയ്തില്ലെങ്കിൽ സംഗതി ഇതാവുന്നുള്ളൂ. കാരണം ഇങ്ങനെ 1, 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നിന്ന ഒരു തലത്തിൽ നിന്നു ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാനില്ല. പടികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നൊന്നും വരാനുണ്ടാവില്ല. എന്നും ഈ മദ്യപിച്ച കുറച്ച് കഥകൾ പറയാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ്, അത് പറയണമെങ്കിൽ ഞാൻ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് എൻ്റെ വായിൽ നിന്ന് വന്നെങ്കിൽ ഞാനത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ബുക്ക് വായിച്ചിട്ട് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ 4ാമത്തെ പടി എഴുതാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ നിന്നില്ല. ഞാനൊരു ഏതാനും ദിവസങ്ങൾക്ക് എൻ്റെ 4ാമത്തെ പടി ഞാൻ എഴുതി തീർത്തു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ എഴുതി തീർത്തതിന് ശേഷം ഞാൻ ലീവിന് നാട്ടിൽ വന്നു. ഞാൻ 5ാം പടി ആരോട് എൻ്റെ മനസ്സ് ഒരു വിഷമം പോലെ സ്പോൺസേഴ്സിനോട്. കാരണം അത്രയ്ക്ക് മാത്രം ഹീനമായിട്ടുള്ള, ഞാൻ മാത്രം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. വേറെ ആർക്കും പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ.
അതെനിക്ക് എന്തോ ഒരു അന്നത്തെ അവസ്ഥയ്ക്ക് ഒരു ധൈര്യം എനിക്കുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ 5ാമത്തെ പടി നമ്മുടെ 12 എടുത്ത് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, സ്പോൺസർ കൂടെ തന്നെ ചെയ്യണമെന്നുണ്ട്, നിർബന്ധവുമില്ല. ഈവൻ അതിനേക്കാൾ നല്ലത് ഒരു ക്ലർഗി, അല്ല ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ ഒരു ഇരുത്തം വന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുള്ളവരാണ്, സൈക്കാട്രിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ, അവരോട് ഒക്കെയാണ് ചെയ്യുന്നത് ഉചിതമാണെന്നും ബിഗ് ബുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ നാട്ടിൽ സ്പോൺസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിനക്ക് നീ അതിന് 4ാം പടി കംപ്ലീറ്റ് ചെയ്ത് നിനക്ക് 5ാം പടി. അപ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ പുസ്തകങ്ങളുടെ വായനയും കാര്യങ്ങളൊക്കെ എന്നിൽ ഞാൻ ഉണ്ടായത്. കുറേശ്ശെ ഈ ചന്ദ്രമോഹനൊക്കെ ആയിട്ട് പല സ്ഥലത്തൊക്കെ പോവുക വരിക. ചന്ദ്രമോഹൻ്റെ ഒക്കെ ബുക്ക് റീഡിങ്ങിൻ്റെ അത്രയ്ക്ക് മാത്രമുള്ള ഒരു ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇയാൾ എന്തൊരു വായനയാണ് ഇങ്ങനെ. അങ്ങനെയൊക്കെയുള്ള അതൊരു വലിയൊരു എന്നെ സംബന്ധിച്ചുള്ള ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ ചന്ദ്രമോഹനും എൻ്റെ സ്പോൺസറും. രണ്ടുപേരും പുസ്തക പുഴുക്കളായിരുന്നു. അങ്ങനെ കുറച്ചായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചില ബുക്കുകളൊക്കെ പറഞ്ഞു തന്നു, അതൊക്കെ വാങ്ങി വായിച്ചു. എറണാകുളത്ത് സെന്റ് പോൾസിൽ, ഓം ബുക്സിൽ, പിന്നെ അങ്ങനെ കാർമൽ ബുക്സിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഞാൻ കാർമൽ ബുക്സിൽ കുറച്ച് ക്രിസ്ത്യൻ മിസ്റ്റിക്സ് ആയിട്ടുള്ള കുറെ നല്ല ബുക്കുകളുണ്ട്. അപ്പൊ അവിടെ അത് കാർമലൈറ്റ്സ് ആയിട്ടുള്ള കുറെ ആളുകളുടെ ബുക്കുകളുണ്ട്. അതും അങ്ങനെയായിട്ട് അവിടെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ നോക്കുന്ന മുമ്പ് അവിടുത്തെ മാനേജർ അതുമായിട്ട് ഞാൻ ഇങ്ങനെ സൗഹൃദത്തിലായിരുന്നു. ഞാൻ കൊടുക്കുന്ന ബുക്കുകളും ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ഇതായിരുന്നു. ഇങ്ങനെയുള്ള ബുക്കുകൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണമെന്ന് പുള്ളി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതുകൊണ്ട് എനിക്കത് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്, ആ ക്രിസ്ത്യൻ മിസ്റ്റിസിസം. അപ്പോൾ അത് ആണെന്നോ അന്ന് പുള്ളി അങ്ങനെ അദ്ദേഹമായിട്ട് ഷോപ്പ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഷോപ്പിൽ ഇങ്ങനെ ബുക്കുകളൊക്കെ നോക്കും. എൻ്റെ മനസ്സിൽ ഈ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിയ ഒരാളാണ്, നല്ല രീതിയിൽ വന്ന ആളാണ്, ചെറുപ്പക്കാരനാണ്, എൻ്റെ പ്രായമൊക്കെ തന്നെ ഉള്ളൂ പുള്ളിക്ക്. എന്നെക്കാൾ ചിലപ്പോൾ ഒരു ഒത്തിരി അന്ന് പ്രായം ഒരു 1-2 വയസ്സിന് പ്രായമൊക്കെ കൂടുതലാണ് എനിക്ക്. അത്ര ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്, ഞാൻ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞാനിങ്ങനെ എനിക്കൊരു ഇതുണ്ട്, ഞാനിങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, ഞാൻ അതിനകത്ത് ഇങ്ങനെ രീതിയിൽ കൂടി റിക്കവറിയിലാണ്. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ 5ാമത്തെ പടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇതൊന്ന് ചെയ്യാനായിട്ട്, അതൊന്ന് കേൾക്കാനായിട്ട് സാറൊന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിനെന്താ ഇന്നും നാളൊന്നും പറ്റത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കിപ്പോൾ ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആരെങ്കിലും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ട് കുറച്ച് എത്ര നേരം വേണ്ടി വരും. ഞാൻ പറഞ്ഞൊരു 2-3 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, 5 ദിവസം മുന്നേക്കെ പറഞ്ഞ അടുത്ത ദിവസം തന്നെ ഞാൻ ചെന്നു. പുള്ളി അവിടെ ചർച്ച് കോമ്പൗണ്ടില്ല, കണ്ണംകുളത്ത് പള്ളി എന്ന് പറഞ്ഞ MG റോഡ് എൻഡിൽ ഹൈക്കോർട്ടിലേക്ക് തിരിയുന്നിടത്താണ് പള്ളിയും അതിനോട് ചേർന്നുള്ള ബുക്ക് സ്റ്റാളൊക്കെ. പുള്ളി എന്നോട് വന്നാൽ വരും എന്ന് പറഞ്ഞിട്ട് പുറത്ത് അവരുടെ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി. അടുത്ത ലോബിയിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ഞാൻ ഇരുന്നത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ പുരോഹിതന്റെ കുപ്പായൊക്കെ ഇട്ടുണ്ടാകും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ഒരു പ്രീസ്റ്റാണെന്ന്. എനിക്കറിയത്ത് പോലുമില്ല ഇദ്ദേഹം പ്രീസ്റ്റായിരുന്നു, സാധാരണ വേഷത്തിലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഏതായാലും ഒരു കൺഫെഷനാന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഉടുപ്പിട്ടുകൊണ്ട് വന്നേക്കാൻ വിചാരിച്ചിട്ടാണോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് തരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ഒരു സിറ്റിങ്ങിൽ തീർന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു ഫ്ലോ അങ്ങോട്ട് വന്നതിന് ശേഷം ഈവൻ ഞാൻ എഴുതാത്തത് പോലും എൻ്റെ മനസ്സിൽ നിന്ന് വന്നു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു സിറ്റിംഗ് കൊണ്ട് ഞങ്ങൾ എഴുതി തീർത്തു. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. ആ അനുഭവം ഈ നമ്മുടെ ഈ 12-12 വളരെ ആദ്യമായിട്ട് നമ്മൾ ദൈവാനുഭവം അനുഭവിച്ചു വന്നു. ഒരിക്കൽ നാസ്തികരോ അജ്ഞേയവാദികളായിരുന്ന ധാരാളം ഏകൾ പറയുന്നത് 5ാം പടിയിൽ വെച്ചാണ് ആദ്യമായി ദൈവത്തിന്റെ സാന്നിധ്യം സത്യത്തിൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമായത് എന്നാണ്. 5ാം പടിയിൽ വെച്ചാണ് ആദ്യമായി ദൈവത്തിന്റെ സാന്നിധ്യം സത്യത്തിൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമായത് എന്നാണ്. ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കും. എന്നെ പോലെയുള്ളൊരു മദ്യപാനിക്ക് ഒരു ക്രാപ്പ്, ഒരു വിധത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, എൻ്റെ യഥാർത്ഥ മുഖം ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്കല്ലേ അറിയത്തുള്ളൂ. ആ വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാക്കി തരുന്ന ഒരു പടി 5ാമത്തെ പടി. എത്ര വലിയൊരു അനുഭവം അത്. എനിക്കറിയത്തില്ല എൻ്റെ ആ സമയത്തൊന്നും ഞാൻ അത് ഈ വാക്കിനെ ഞാനിപ്പോ വായിച്ച ഭാഗം പോലും ഞാൻ അന്ന് വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സീരിയസ് ആയിട്ട് ഇതിനകത്ത്
ഈ ലിറ്ററേച്ചർ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തോട് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്കതൊന്ന് മനസ്സിലാവുന്നുണ്ട് ആനച്ചാമ്പടി. ഞാൻ അതിന് ശേഷം എനിക്ക് ഒന്നുകൂടെ ചെയ്യേണ്ട വന്നു. കുറച്ച് കാര്യങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാലിന്യങ്ങൾ വന്നു. 20ാമത്തെ വർഷത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ സ്പോൺസറോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഡു യുവർ ഫോർത്ത് സ്റ്റെപ്പ് അഗൈൻ. ഞാൻ പറഞ്ഞു 20 വർഷം കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ഇനി 4ാം പടിയാണ്. ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നോ ചെയ്യാൻ പറഞ്ഞു. ചെയ്തു, 5ഉം ചെയ്തു. അതും ഭാഗ്യവശാൽ നമ്മുടെ പുരോഹിതത്തെ കിട്ടി. നമുക്കെല്ലാം അറിയാം, നമ്മുടെ മത്തായച്ചനാണ്. ഞാൻ വാരണാസിയിലുണ്ടായിരുന്നു. അപ്പോൾ വാരണാസിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വാരണാസിയിലെ സെൻറ്ററിൽ പോയിട്ട് അദ്ദേഹമായിട്ട് അത് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളെ ഞാൻ ബോധർ ചെയ്യുന്നില്ല. ഇന്നും ഇപ്പോൾ ലതീഷിന് പറഞ്ഞ ഒരു ലതീഷ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ലതീഷിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരേ സമയത്ത് തന്നെയാണ് 2 കിടപ്പിലായത്. എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഒരു മരിച്ച ശരീരമായിട്ട് കിടക്കുക. അതുപോലെ എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം കൂടുതൽ ഇത്ര എങ്കിൽ പോലും ഒരു നല്ലൊരു പരിധിവരെ എനിക്ക് ഇതിനകത്ത് എല്ലാം ഇൻവോൾവ് ആവേണ്ട വരുന്നുണ്ട്. എനിക്ക് ആ ഇത് പറഞ്ഞാൽ ഇന്നതിനെ പ്രാപ്തനാക്കിയതും അതിന് യാതൊരു വിധ ബുദ്ധിമുട്ടും എനിക്ക് ഒട്ടും തോന്നാറില്ല. ഇതേ അമ്മ ഞാൻ മദ്യപിച്ചിരുന്ന കാലത്ത് ഇവരെൻ്റെ അമ്മയായി പോയല്ലോന്നോർത്ത് ഞാൻ ഒച്ചത്തിൽ ഒച്ചയെടുത്തിട്ടുണ്ട്. ഇന്ന് ആ അമ്മയ്ക്ക് ഞാൻ സ്നേഹവും പരിചരണം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ എളിമ എന്ന വലിയൊരു മഹാഭാഗ്യം, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഈ 5ാമത്തെ പടിയിലാണ്. ഈ ഹംബിൾ, ആ ഒരനുഭവം എന്തിനേയും താങ്ങാനുള്ള പല അറ്റാക്കുകളും പല രീതിയിലും എനിക്ക് അകത്തും പുറത്തും ഒക്കെ വരാറുണ്ട് പലപ്പോഴും. പക്ഷെ അവിടെ എല്ലാം സമചിത്തതയോടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ വറീഡല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഐ ആം നോട്ട് വറീഡ്. കാരണം എനിക്കിന്ന് തീർച്ചയായിട്ടും ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെ മുൻകാലങ്ങളിൽ ഞാൻ ജീവിച്ചിരുന്ന തലത്തിൽ ഞാൻ ജീവിക്കുന്നില്ല. എന്നിൽ സത്യസന്ധതയുണ്ട്. ഞാൻ ഇന്നൊരു നമ്മൾ തെറ്റെന്ന് പറയുന്നു, ശരിയായിട്ട് പറഞ്ഞ പാപം. കാരണം നമ്മുടെ ബിഗ് ബുക്കിൽ ഉദ്ധരിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് സിൻ എന്നുള്ളത്. there is 2 sins in ആൽക്കഹോളിക്സ് ആണ്. ഒന്ന് സ്വന്തം വളർച്ച മുരടിപ്പിക്കുന്ന പാപം, ഒന്ന് മറ്റൊരാളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പാപം. രണ്ടും പാപമാണ്. പക്ഷെ എന്തോരം അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. എൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന എന്താണ്? എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് ആണ്. മറ്റുള്ളവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ് ഇതാണ് മറ്റുള്ളവർക്ക് ഞാൻ എന്താണ് പറയുക, തെറ്റായിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു എനിക്ക് തോന്നുന്ന ഒരു സെർട്ടൺ എക്സ്റ്റെൻഡ് ഞാൻ ഇന്നും പുറത്താണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് ഞാൻ പോകാറില്ല. ഞാൻ ഇന്ന് 1 day at a time, ഇന്നലത്തേക്കാളും ബെറ്ററായിട്ട്, കുറച്ചുകൂടി ബെറ്ററായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ലതീഷിനോട് ഞാൻ അന്ന് മെസ്സേജ് ചെയ്തിരുന്നു, പക്ഷെ പിന്നീട് വിളിക്കാൻ പറ്റിയില്ല. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കൂടി ഞാൻ പോയിക്കുന്നുണ്ട്.